COP8A നമ്മുടെ ട്രാൻസ്ഫ്യൂഷൻ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. സ്കോപ്പ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ഈസ് കമൻസുറേറ്റ് വിത്ത് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഈ സംവിധാനങ്ങൾ ഉണ്ടാവണം. നമുക്ക് സ്വന്തമായി ഒരു രജിസ്റ്റേർഡ് ബ്ലഡ് ബാങ്ക് ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെൻസും സ്റ്റാഫ് സ്ട്രെങ്തും വരുന്ന ഡിമാൻഡ് അനുസരിച്ച്, വളരെ ചെറിയ ഡിമാൻഡുകളായിരിക്കും ചില സമയത്ത്, ചിലപ്പോൾ വലിയ ഡിമാൻഡുകൾ ഉണ്ടാകാം. നമ്മുടെ ഒരു എമർജൻസി സർവീസ് ചില സമയത്ത് വളരെ ക്രൗഡ് ഫീൽ ചെയ്യാം. അവിടെ ആക്സിഡൻറ്റ് മോർ ദാൻ എ പേഴ്സൺ, ആക്സിഡൻറ്റ് പറ്റിയ ഒരു കൂട്ടം ആൾക്കാർ എത്തിയേക്കാം. ആ സമയങ്ങളിൽ എമർജൻസി സർജറികൾ നമുക്ക് മൾട്ടിപ്പിൾ തിയേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും കമ്പോണൻസ് അല്ലെ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ആൾറെഡി നമ്മുടെ രജിസ്റ്റേർഡ് ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവണം. അഥവാ നമുക്ക് അത്തരത്തിലൊരു സംവിധാനം ഇല്ല, നമ്മുടെ ഇവിടെ സർജറികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരു രജിസ്റ്റേർഡ് ബ്ലഡ് ബാങ്കുമായിട്ട് നമുക്കൊരു MOU ഉണ്ടായിരിക്കണം, നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. അത് സഫിഷ്യൻ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അത്തരത്തിൽ ഉള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് MOU ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സേഫ് ആയിരിക്കണം. ഈ ട്രാൻസ്പോർട്ടേഷൻ ഡിലേ ഉണ്ടാകാൻ പാടില്ല എന്നത് മാത്രമല്ല, നമുക്കിവിടെ ഒരു സർവീസിന് അത് കാരണം ഡിലേ ഉണ്ടാകാൻ പാടില്ല, ഓഫ് കോഴ്സ്. അതേസമയം തന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും സേഫായുള്ള രീതിയിലായിരിക്കണം നടത്തേണ്ടത്. പ്രോപ്പർ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് കൊണ്ടുവരുന്ന കാര്യത്തിലുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ് NABHൻ്റെ തന്നെ ബ്ലഡ് സെൻറ്റർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ കിട്ടും. എങ്ങനെയാണ് ഒരു ബ്ലഡ് സെൻറ്റർ, ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ബ്ലഡ് എടുത്താൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻഹൗസ് എങ്ങനെയാണ് എന്നത്. നമ്മൾ ലാബിലൊക്കെ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ബ്ലഡ് സെൻറ്റർ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവിടെ മാൻ പവർ ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണം. COP, കെയർ ഓഫ് പേഷ്യൻസ് 8A, സ്കോപ്പ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ഈസ് commensurate with the services provided by the organization.